Hi, welcome to Edu-world classes. So, we will social perception, psychology, 9th module, attribution theories, കുറച്ച് theories ഉണ്ടായിരുന്നു. So, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So, ഫസ്റ്റ് തിയറിയാണ് ഹെയ്തേഴ്സ് ആട്രിബ്യൂഷൻ തിയറിയാണ്. സോ ആട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആട്രിബ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹെയ്തേഴ്സ് ആട്രിബ്യൂഷൻ തിയറിയാണ് ഫസ്റ്റ് തിയറി. ഹൗ എ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ദ ഇവൻറ്റ് ആൻഡ് ഹൗ ദ ഇവൻറ്റ് ഈസ് റിലേറ്റഡ് ടു പേഴ്സൺസ് തിങ്കിങ് പ്രോസസ് ആൻഡ് ദെയർ ബിഹേവിയർ. It is conceptual framework within social psychology dealing with the common sense explanation of behavior, what he calls the naive psychology. So ഹെയ്തേഴ്സ് attribution theory പ്രകാരം പറയുന്നത് ഇതിനെ naive psychology എന്ന് പറയും. സോ ഇവിടെ പറയുന്നത് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ആ പേഴ്സൻ്റെ തിങ്കിങ് പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ബിഹേവിയറിനെ അവിടെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അട്രിബ്യൂഷൻ തിയറിയിലെ ഹെയ്തേഴ്സിൻ്റെ അട്രിബ്യൂഷൻ തിയറിയിലൂടെ പറയുന്നത്. Attribution theory tend to explain certain basic questions of individual, how others do and what they do. A person interpret with themselves why others do something which may cause attribute to one's behavior. Through life, people gradually construct explanation of why people behave in certain ways. Most of our attributions are driven by our emotional and motivational impulses. So, ഇദ്ദേഹം പറയുന്നത് ഈ ഒരു അട്രിബ്യൂഷൻ, നമ്മുടെ അട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരത് ചെയ്യുന്നു. സോ അത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നു. സോ അതിന് ഇൻറ്റേർണലി നമുക്ക് എടുക്കാം, എക്സ്റ്റേണൽ കാര്യങ്ങൾ കൊണ്ടെടുക്കാം. അവരെന്തുകൊണ്ടാണ് ആ കാര്യം അങ്ങനെ ചെയ്തത്. സോ അത് ചിലപ്പോൾ അവരുടെ ഇൻറ്റേർണൽ ക്വാളിറ്റി, അവരുടെ ഉള്ളിലെ ഘടകങ്ങളായിരിക്കും അവരതിനെ സ്വാധീനിച്ചത്. അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള സാഹചര്യം. ചില ആൾക്കാർ പറയാനല്ലേ, ഞാൻ ഇങ്ങനെ എന്നുള്ള വ്യക്തിയല്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാനിത് ചെയ്തത്. സോ അപ്പം ഇൻറ്റേർണൽ ആണോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആണോ അവരെ സ്വാധീനിക്കുന്ന ഒരു അട്രിബ്യൂഷനിലോട്ട് അവർ നയിക്കുന്നതെന്നാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. ഇതിൽ രണ്ട് തരം ഹെയ്തേഴ്സ് അട്രിബ്യൂഷൻ തിയറിയിൽ രണ്ട് ടൈപ്പാണ് അട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഇൻറ്റേർണൽ കോസും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേർണലിന് നമ്മൾ ഡിസ്പൊസിഷണൽ അട്രിബ്യൂഷൻ എന്നും പറയും, എക്സ്റ്റേണലിന് സിറ്റുവേഷണൽ അട്രിബ്യൂഷൻ എന്നും പറയും. When a person is motivating for a certain action and question about it, the person need to explain the reason for the question or action. A person always want to show him as much as positive. Internal attributions are driven by motives and emotional attitudes of an individual. So internal attribution എന്ന് പറയുന്നത് ഇത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഘടകങ്ങളെയാണ് ഇന്റേണൽ അട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ എപ്പോഴും എല്ലാ വ്യക്തികളും എന്താണ് നമ്മുടെ പോസിറ്റീവ് സൈഡ്സ് കാണിക്കാനേ അവിടെ നോക്കാറുള്ളൂ. സോ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മുടെ ഇൻറ്റേർണൽ കാരണം കൊണ്ടാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നേട്ടം കിട്ടിയാൽ അത് എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് എന്ന് പറയുന്നതാണ് ഇൻറ്റേർണൽ അട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഓൺ അതർ ഹാൻഡ് എക്സ്റ്റേണൽ ആണെങ്കിൽ എന്താണ്, സിറ്റുവേഷണലാണ്. സോ എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എ പേഴ്സൺ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ത്രൂ ഇവൻറ്റ്സ് വിച്ച് ഹാപ്പൻ അറൗണ്ട് ഹിം ആൻഡ് എ പേഴ്സൺ സീക്ക് റീസൺ ഫോർ ദ പർട്ടിക്കുലർ ഇവൻറ്റ് ബൈ യൂസിങ് എക്സ്റ്റേണൽ ഇവൻറ്റ്. സോ പുറമേ നിന്ന് കിട്ടുന്ന ഫോഴ്സിലൂടെയാണ് നമ്മളത് ആ കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് നമുക്കൊരു അട്രിബ്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതാണ് ഹെയ്തേഴ്സിൻ്റെ അട്രിബ്യൂഷനിൽ പറയുന്നത്. ഇൻറ്റേർണൽ അട്രിബ്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ വാല്യൂസ്, എബിലിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ്. സോ ഇതെല്ലാമാണ് ഇൻറ്റേർണലിൽ വരുന്നത്. എക്സ്റ്റേണൽ ആകുമ്പോൾ അത് സിറ്റുവേഷണലാണ്. നെക്സ്റ്റ് വേനേഴ്സ് അട്രിബ്യൂഷൻ തിയറിയാണ്. സോ വേനേഴ്സ് അട്രിബ്യൂഷൻ തിയറി മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അച്ചീവ്മെൻറ്റിനെയാണ്. സോ ഈ സോഷ്യൽ പെർസെപ്ഷനിൽ തന്നെ അട്രിബ്യൂഷൻ തിയറിയിൽ അച്ചീവ്മെൻറ്റ്, നമ്മുടെ വിജയത്തിന് ഫോക്കസ് ചെയ്യുന്ന തിയറി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേനേഴ്സ് അട്രിബ്യൂഷൻ തിയറിയാണ്. സോ ഹി ഡിഫൈൻഡ് എബിലിറ്റി, എഫേർട്ട്, task, difficulty and luck as the most important factor affecting attribution for achievement. സോ ഒരു അച്ചീവ്മെൻറ്റ് നേടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, അതിനുള്ളൊരു കഴിവ് വേണം. കഴിവ് മാത്രം ഉണ്ടായി അതിന് വേണ്ടിയുള്ള എഫേർട്ട് എടുക്കണം. ആ ടാസ്ക് ഡിഫിക്കൽറ്റിയാണ് നമുക്കതിന് അച്ചീവ്മെൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. സോ അതുപോലെ നമുക്ക് ലക്ക് വേണം. സോ ഇത്രയുമാണ് ഒരു അച്ചീവ്മെൻറ്റിൽ എത്തിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്നാണ് വേനേഴ്സ് അട്രിബ്യൂഷൻ തിയറിയിലൂടെ പറയുന്നത്. സോ ഇനി ഈ ഒരു തിയറിയെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ഡൈമെൻഷൻസിലായിട്ടാണ് പറയുന്നത്. ലോക്കസ് ഓഫ് കൺട്രോൾ നമ്മൾ സൈക്കോളജിയിൽ പേഴ്സണാലിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. അത് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ട്, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോളബിലിറ്റിയാണ്.
ദ ലോക്കസ് ഓഫ് കൺട്രോൾ ഡയമെൻഷൻ ഹാസ് 2 poles. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 2 തലങ്ങളുണ്ട്, ഇൻറ്റേർണലും എക്സ്റ്റേർണലും. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, എക്സ്റ്റേർണൽ എന്ന് പറയുന്നത് നമുക്ക് പുറമേ കിട്ടുന്ന കാര്യങ്ങൾ. ദ സ്റ്റെബിലിറ്റി ഡയമെൻഷൻ ക്യാപ്ചേഴ്സ് വെദർ കോസസ് ചേഞ്ച് ഓവർ ടൈം ഓർ നോട്ട്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ ഒരു അട്രിബ്യൂഷൻ വന്നു, അതിന് എത്രത്തോളം നിലനിൽപ്പുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്ഥിരതയുണ്ടോ എന്ന് നോക്കുന്നതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. For instance, ability can be classified as stable, internal cause and effort classified as unstable and internal. Controllability contrast one can control such as skill, efficacy from causes one cannot control such as aptitude, mood, others' actions and luck. സോ എബിലിറ്റിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, നമ്മുടെ കഴിവുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് സ്റ്റേബിൾ ആകാം, അത് ഇൻറ്റേർണൽ കോസ് കൊണ്ടായിരിക്കാം. ഇനി എഫേർട്ടിനെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം നമുക്ക് അൺസ്റ്റേബിളും ഇൻറ്റേർണലും. ഇനി കൺട്രോളബിലിറ്റി ലാസ്റ്റ് ടേമാണ്. കൺട്രോളബിലിറ്റി എന്ന് പറയുന്നത്, സോ നമുക്ക് കൺട്രോളബിലിറ്റി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് സ്കില്ല് ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അഭിരുചി എന്താണോ അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനോട് അഭിരുചി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ മൂഡ്, സോ അതുപോലെ ആക്ഷൻസ്, അതുപോലെ നമ്മുടെ ഭാഗ്യം, സോ ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ വേനേഴ്സ് അട്രിബ്യൂഷൻ തിയറി പ്രകാരം 3 കാര്യങ്ങളാണ്: ലോക്കസ് ഓഫ് കൺട്രോൾ, സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോളബിലിറ്റി. ഇനി അടുത്ത ജോൺസ് ആൻഡ് ഡേവിസ് കറസ്പോണ്ടൻറ്റ് ഇൻഫറൻസ് തിയറിയാണ്. ജോൺസ് ആൻഡ് ഡേവിസ് തോട്ട് ദാറ്റ് പീപ്പിൾ പേ പർട്ടിക്കുലർ അറ്റൻഷൻ ടു ഇൻറ്റൻഷണൽ ബിഹേവിയർ. സോ ഇവിടെ പറയുന്നത് വ്യക്തികൾ എന്താണ് പ്രത്യേകതും ഒരു അറ്റൻഷൻ കൊടുക്കുന്നതാണ് ഇൻറ്റൻഷ്യൽ ബിഹേവിയർ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആസ് അപ്പോസ് ടു ആക്സിഡൻ്റൽ ഓർ അൺതിങ്കിങ് ബിഹേവിയർ. സോ ഓപ്പോസിറ്റ് അല്ലേ, നമ്മൾ അറിയാതെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സിഡൻ്റായിട്ട് വരുന്ന ബിഹേവിയർ അല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതും അത് ഇൻറ്റൻഷനലി ആണ് അത് ചെയ്യുന്നതാണ് ജോൺസ് ആൻഡ് ഡേവിസ് കറസ്പോണ്ടൻറ്റ് ഇൻഫറൻസ് തിയറിയിലൂടെ പറയുന്നത്. Jones and Davis theory help us understand the process of making an internal attribution. They say that we tend to do this when we see a correspondence between motive and behavior. For example, when we see a correspondence between someone behaving in a friendly way and being a friendly person. So ഇവിടെ ഒരു ഇൻറ്റേർണൽ അട്രിബ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഒരു കറസ്പോണ്ടൻറ്റ് തമ്മിലാണ്. സോ ഇവിടെ ഒരു മോട്ടീവ് ഉണ്ട്, നമ്മുടെ ബിഹേവിയറിന് നയിക്കുന്ന ഒരു മോട്ടീവുണ്ട്. സോ അതാണ് പറയുന്നത്. ഇവിടെ ഒരു വ്യക്തി, ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി, അത് നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹം ഒരു ഫ്രണ്ട്ലി പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നല്ല നമുക്ക് കൂട്ടുകൂടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു, കറസ്പോണ്ടൻസിലൂടെ പറയുന്നു. സോ ഇതിനെ നമുക്ക് ഡിസ്പോസിഷണൽ എന്ന് പറയാം, അതായത് ഇൻറ്റേർണൽ എന്ന് പറയാം. അട്രിബ്യൂഷൻ പ്രൊവൈഡേഴ്സ് വിത്ത് ഇൻഫർമേഷൻ ഫ്രം വിച്ച് വി ക്യാൻ മേക്ക് പ്രഡിക്ഷൻ എബൌട്ട് എ പേഴ്സൺ ഫ്യൂച്ചർ ബിഹേവിയർ. സോ ഇവിടെ ഇൻറ്റേർണൽ ചില ആൾക്കാരുടെ സ്വഭാവം കാണുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാം, അല്ലേ, അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ ഇയാൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയാം. ദ കറസ്പോണ്ടൻറ്റ് ഇൻഫറൻസ് തിയറി ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് വി മേക്ക് ഡിസ്പോസിഷണൽ അട്രിബ്യൂട്ട് ടു ദ ബിഹേവിയർ ബി പെർസീവ് ആസ് ഇൻറ്റൻഷണൽ. സോ ഇവിടെ നമ്മൾ പറയുന്ന ഡിസ്പോസിഷണൽ അട്രിബ്യൂട്ട്സ്, അതായത് നമ്മുടെ ഇൻറ്റേർണൽ അട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പുറമേ ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ ആണ് എന്നാണ് പറയുന്നത്. ഡേവിഡ് യൂസ് ദ ടേം കറസ്പോണ്ടൻറ്റ് ഇൻഫറൻസ് ടു റെഫർ ടു ആൻ ഒക്കേഷൻ വെൻ ആൻ ഒബ്സർവർ ഇൻഫേഴ്സ് ദാറ്റ് എ പേഴ്സൺ behavior matches or correspond with the personality. It is an alternative term to dispositional attributes. So ഇത് ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്പോസിഷണൽ ആട്രിബ്യൂട്ടിന് ഒരു ഓൾട്ടർനേറ്റീവാണ് ഈ കറസ്പോണ്ടൻറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം കറസ്പോണ്ടൻറ്റ് ഇൻഫറൻസിൽ വരുന്നതാണ്. സോ ജോൺസ് ആൻഡ് ഡേവിസ് സേ വി ഡ്രോ ഓൺ 5 സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. സോ ഇതിന് 5 സോഴ്സസ് ഓഫ് ഇൻഫർമേഷനാണ് പറയുന്നത് ഒരു ആട്രിബ്യൂഷനിൽ ചോയ്സ്. If a behavior is freely chosen, it is believed to be due to internal factors. സോ ഒരു വ്യക്തിയുടെ ചോയ്സിനെ ബേസ് ചെയ്തിരിക്കുകയാണ്, അദ്ദേഹം ഒരു ബിഹേവിയർ ഫ്രീലി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻറ്റേർണൽ ഫാക്ടറാണ്. സോ അത് ഡിസ്പോസിഷണൽ ഫാക്ടറാണ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫാക്ടറാണെന്ന് പറയുന്നത്. സോ അത് ചോയ്സ് എന്ന് പറയും. ഇനി ആക്സിഡൻ്റൽ വേഴ്സസ് intentional behavior that is intentionally is likely to be attributed to the person's personality, and behavior which is accidental is likely to be attributed to situational or external causes. So accidental അല്ല, intentional behavior എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തിരിക്കുകയാണ്. സോ അതല്ലാതെ ആക്സിഡൻ്റൽ ആയിട്ടുള്ളതാണെങ്കിൽ അത് സിറ്റുവേഷൻ അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള സിറ്റുവേഷണൽ കോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോസസ് കാരണമെന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്.
സോ ഇൻറ്റൻഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലൂടെ ഉള്ളതാണ് ഇൻറ്റൻഷണൽ എന്ന് പറയുന്നത്. ആക്സിഡൻ്റലിനെയാണ് അവിടെ എന്ത് പറയുന്നത്, സിറ്റുവേഷണൽ എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ഡിസൈറബിലിറ്റി. ബിഹേവിയേഴ്സ് ലോ ഇൻ സോഷ്യൽ ഡിസൈറബിലിറ്റി നോൺ കൺഫോമിംഗ് ലീഡ് അസ് ടു മേക്ക് ഇൻറ്റേർണൽ ഡിസ്പൊസിഷണൽ ഇൻഫറൻസ് മോർ ദാൻ സോഷ്യലി അൺഡിസൈറബിൾ ബിഹേവിയേഴ്സ്. For example, if you observe a person getting on a bus and sitting on the floor instead of one of the seat, this behavior has a low social desirability and is likely to correspond with the personality of the individual. So, social desirability. Society നമ്മളെ കുറിച്ച് കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസയർ ഉണ്ടല്ലേ, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഒരു സ്ഥലത്ത് ഇങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ളൊരു ഓരോ നിയമങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണല്ലേ, ഒരു വ്യക്തി ബസ്സിൽ കയറുമ്പോഴത്തേക്ക് സീറ്റ് ഉണ്ടായിട്ട് അദ്ദേഹം തറയിലിരിക്കുന്നു. സോ അപ്പോൾ അവിടെ ഉള്ളവർക്ക് അവിടെ എന്ത് ചെയ്യും, അവരെ വേറൊരു രീതി, അവിടെ ലോ സോഷ്യൽ ഡിസൈറബിലിറ്റിയാണ്. സോഷ്യൽ ഡിസൈറിന് എതിരായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്. സോ ഇതാണ് സോഷ്യൽ ഡിസൈറബിലിറ്റി. ഹിഡോണിസ്റ്റിക് റിലവൻസ് എന്ന് പറയുന്നത് സുഖലോലുപമായിട്ടാണ് ഹിഡോണിസ്റ്റിക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. The other person behavior appear to be directly intend to benefit or harm us. സോ മറ്റ് പേഴ്സൻ്റെ ബിഹേവിയർ നമ്മൾ ചിലപ്പോൾ അതെന്ത് ചെയ്യും, നല്ലത്, ചിലപ്പോൾ അത് നമുക്ക് നല്ലതിനായിരിക്കാം, ചിലപ്പോൾ അത് മോശമായിട്ട് നമ്മൾ ഹാം ചെയ്യുന്ന രീതിയിലുള്ളത് ആയിരിക്കാം. നെക്സ്റ്റ് ഈസ് പേഴ്സണലിസം. ഇഫ് ദ അതർ പേഴ്സൺ ബിഹേവിയർ അപ്പിയർ ടു ബി ഇൻറ്റൻഡഡ് ടു ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ അസ്, വി അസ്യൂം ദാറ്റ് ഈസ് പേഴ്സണൽ ആൻഡ് ജസ്റ്റ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ വി ആർ ബോത്ത് ഇൻ. സോ പേഴ്സണലിസം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബിഹേവിയർ നമുക്കതിനെ പേഴ്സണലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, അത് പേഴ്സണലാണ്. പക്ഷേ അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി അങ്ങനെ പെരുമാറിയതാണെങ്കിൽ അത് ബൈ പ്രോഡക്റ്റ് ഓഫ് സിറ്റുവേഷൻ. സോ അത് രണ്ടിലും നമ്മൾ എന്ത് ചെയ്യും, ഉൾപ്പെട്ടതാണ്. അദ്ദേഹം ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തതാണ് എങ്കിലും പക്ഷേ ചിലപ്പോൾ നമുക്കത് പേഴ്സണലി ഫീൽ ചെയ്യത്തില്ലായിരിക്കാം. അതിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇൻറ്റേർണൽ എന്ന് പറയാം. സോ നെക്സ്റ്റ് കെല്ലീസ് കോവേരിയേഷൻ മോഡലാണ്. സോ ഈ ഓരോ മോഡലും ഏതാണെന്ന് നോക്കണം. കറസ്പോണ്ടൻ്റ് ആകുമ്പോഴത്തേക്ക് അത് ജോൺ ആൻഡ് ഡേവിസ് ആണ്. സോ അതുപോലെ വേനേഴ്സ് അട്രിബ്യൂഷൻ തിയറിയാണ്, പിന്നെ ഹൈദേഴ്സ് അട്രിബ്യൂഷൻ തിയറി ഉണ്ട്. സോ ഇനി അടുത്തതാണ് കെല്ലീസ് കോവേരിയേഷൻ മോഡൽ എന്ന് പറയുന്നത്. സോ മോഡൽ ഈസ് ബെസ്റ്റ് നോൺ അട്രിബ്യൂഷൻ തിയറി. സോ മെയിനായിട്ടും ഇതാണ് നോക്കേണ്ടത്. ഹി ഡെവലപ്ഡ് എ ലോജിക്കൽ മോഡൽ ഫോർ ജഡ്ജിങ് വെദർ എ പർട്ടിക്കുലർ ആക്ഷൻ ഷുഡ് ബി അട്രിബ്യൂട്ടഡ് ടു സം characteristics of the person or the environmental. So the term covariation simply means that a person has information from multiple observation at different times and situation and can perceive the covariation of an observed effects and causes. സോ കെല്ലീസ് കോവേരിയേഷൻ മോഡലാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അട്രിബ്യൂഷൻ തിയറിയിൽ വരുന്നത്. സോ ഇതൊരു ലോജിക്കൽ മോഡലാണ്. സോ ഇവിടെ ഒരു പർട്ടിക്കുലർ ആക്ഷനെ ജഡ്ജ് ചെയ്യുന്നത്, സോ ഒരു കാര്യം നടന്നാൽ അത് എന്തുകൊണ്ടാണ്, അത് ഇൻറ്റേർണൽ ആണോ അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണോ സംഭവിച്ചത് എന്നാണ് ഈ ഒരു ഇതിലൂടെ പറയുന്നത്, ഈ കോവേരിയേഷൻ മോഡലിൽ പറയുന്നത്. സോ ഇതിൽ ഇവിടുത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം മൾട്ടിപ്പിൾ ഇൻഫർമേഷൻസിൽ നിന്നെടുത്തത് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിൽ പല സമയങ്ങളിലെടുത്ത ഇതിൽ നിന്നാണ് ഈ ഒരു തിയറി ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ പറയുന്ന 3 കാര്യങ്ങളാണ് മെയിനായിട്ടും. ഇത് ഓർത്ത് വെച്ചിരിക്കുക ഈ ഓരോ ടേം. കോൺസെൻസസ്, ഡിസ്റ്റിങ്റ്റീവ്നെസ്, കൺസിസ്റ്റൻസി. കോൺസെൻസസ് എന്ന് പറയുന്നത് മനസാക്ഷിപരമായിട്ടുള്ളതാണ് പറയുന്നത്. ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് അതർ പീപ്പിൾ ബിഹേവ് ഇൻ സെയിം വേ ഇൻ എ സിമിലർ സിറ്റുവേഷൻ. സോ കോൺസെൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം പല സമയങ്ങളിൽ അതേ കണക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അതായത് ആലിസൺ സ്മോക്സ് എ സിഗരറ്റ് വെൻ ഷീ ഗോസ് ഔട്ട് ഫോർ എ മീൽ വിത്ത് ഹെർ ഫ്രണ്ട്. ഇഫ് ഹെർ ഫ്രണ്ട് smokes, her behavior is high in consensus. If only Alison smokes, it is low. So consensus എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളുണ്ടല്ലേ, ചിലർക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു സിഗരറ്റ് വലിക്കണമെന്നുള്ളൊരു ശീലമുണ്ട്, അങ്ങനെ ഉണ്ട്. സോ ആ വ്യക്തി അത് എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും അത് ചെയ്യുന്നു എങ്കിൽ അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെന്ത് പറയാം, കൺസെൻസസ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ ഫ്രണ്ട്സുമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് സ്മോക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ അതെന്ത് ചെയ്യും, കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വീണ്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അത് എന്ത് ചെയ്യും, ഒരാൾ മാത്രം ആലിസൺ മാത്രമേ അത് ചെയ്യുന്നുള്ളെങ്കിൽ ആ ഒരു ബിഹേവിയർ അവിടെ എന്ത് ചെയ്യും, അത് കുറയും. സോ അതാണ് കൺസെൻസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്. that extent to which the person behave in same way in similar situation. So ഒരു സിമിലർ സിറ്റുവേഷനിൽ
അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരേ കണക്ക് എത്രത്തോളം അദ്ദേഹം അങ്ങനെ പെരുമാറുന്നു. ഇഫ് ആലിസൺ ഓൺലി സ്മോക്ക് വെൻ ഷീ ഈസ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ഹെർ ബിഹേവിയർ ഇസ് ഹൈ ഇൻ ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഇഫ് ഷീ സ്മോക്സ് അറ്റ് എനി ടൈം ഓർ പ്ലേസ് ഡിസ്റ്റിങ്റ്റീവ്നെസ് ഇസ് ലോ. സോ ഉദാഹരണം പറയുന്നതാണ് ലൈഫ് അലിസൺ ഓൺലി സ്മോക്ക് വെൻ ഷീ ഈസ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ അലിസൺസ് മാത്രമാണ് അവിടെ സ്മോക്ക് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എന്താണ്, ഹൈ ഇൻ ഡിസ്റ്റിങ്റ്റീവ്നെസ്. സോ അദ്ദേഹം എവിടെയാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യും, ഇതാക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ മാത്രം അദ്ദേഹം എന്ത് ചെയ്യുന്നു, സിഗരറ്റ് വലിക്കുന്നു. അതല്ലാതെ ഇഫ് ഷീ സ്മോക്ക് അറ്റ് എനി ടൈം ഓർ പ്ലേസ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ മാത്രമല്ല, എപ്പോഴും ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും എവിടെ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി അടുത്ത കൺസിസ്റ്റൻസി, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ പേഴ്സൺ ബിഹേവ് ലൈക്ക് ദിസ് എവറി ടൈം ദ സിറ്റുവേഷൻ ഒക്കേഴ്സ്. ഇഫ് അലിസൺസ് ഓൺലി സ്മോക്ക് വെൻ ഷീ ഈസ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്, കൺസിസ്റ്റൻസി ഈസ് ഹൈ. ഇഫ് ഷീ ഓൺലി സ്മോക്ക് ഓൺ വൺ സ്പെഷ്യൽ ഒക്കേഷൻ, കൺസിസ്റ്റൻസി ഈസ് ലോ. സോ ഇവിടെ പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്ക് ആ വ്യക്തി വീണ്ടും ആ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ സോ അതിനെന്ത് പറയാം, നമുക്ക് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. ഇപ്പം ഉദാഹരണം പറയും, ഇഫ് അലിസൺ ഓൺലി സ്മോക്സ് വെൻ ഷീ ഈസ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പം അലിസൺ ആ സമയത്ത് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ കൺസിസ്റ്റൻസി ഹൈ ആണ്. സോ ഇഫ് ഷീ ഓൺലി സ്മോക്സ് ഓൺ വൺ സ്പെഷ്യൽ ഒക്കേഷൻ, അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുന്നില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ മാത്രമല്ല, എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഒക്കേഷണലി ആണ് അത് അദ്ദേഹം യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല അല്ലെങ്കിൽ ലോ എന്ന് പറയാൻ പറ്റും. സോ അപ്പം കെല്ലീസ് കോവേരിയേഷൻ മോഡലിൽ പറയുന്ന മെയിനായിട്ടുള്ള 3 ടേംസാണ് കൺസെൻസസ്, ഡിസ്റ്റിങ്റ്റീവ്നെസ്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സോ നമുക്ക് നേരത്തെ ഇനി അടുത്തത് കൺഫേമിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ടേം മാത്രമാണ് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. സോ കൺഫേമിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ പ്രഷർ ക്യാൻ സംടൈം ലീഡ് അസ് ടു ചേഞ്ച് അവർ ബിഹേവിയർ, എ പ്രോസസ് നോൺ ആസ് കൺഫേമിറ്റി. ദിസ് ക്യാൻ സംടൈം ബി ഓവേർട്ട് ലൈക്ക് ബീയിങ് പ്രഷർഡ് ടു ബിഹേവ് ഇൻ എ സർട്ടൻ വേസ് ഓർ എ മോസ്റ്റ് സബ്റ്റിൽ ഇൻഫ്ലുവൻസ് ദാറ്റ് കോസസ് യു ഗോ അലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്. സോ കൺഫേമിറ്റി എന്ന് പറയുന്നത് സോ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമ്മുടെ ബിഹേവിയറിനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡിനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈലിനെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്രൂപ്പിലോട്ട് അഡ്ജസ്റ്റബിൾ ആകാൻ വേണ്ടി നമ്മൾ മാറ്റുന്നതിനാണ് നമ്മൾ കൺഫേമിറ്റി എന്ന് പറയുന്നത്. സോ ഇതൊരു വോളണ്ടറി ആയിട്ടുള്ള നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നത്, ആരും നിർബന്ധിക്കുന്ന കാര്യമല്ല അല്ലേ കൺഫേമിറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിലൊരു ഡിഫറൻസ്, കൺഫേമിറ്റി, കംപ്ലയൻസ്, ഒബീഡിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, കൺഫേമിറ്റി എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ ആ ഗ്രൂപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ നമുക്ക് നമ്മുടെ അട്രിബ്യൂട്ട്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. സോ അത് ആരും നമ്മളെ നിർബന്ധിച്ചിട്ടല്ല അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ കൺഫേമിറ്റി നടത്തുന്നത്. സോ അപ്പോൾ വോളണ്ടറി ആയിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ആ ഗ്രൂപ്പിലോട്ട് ചേരുന്നത്. സോ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. പക്ഷേ കംപ്ലയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു റിക്വസ്റ്റ് വരും. അവിടെ ആ ഒരു വ്യക്തി ആണെങ്കിൽ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ആ ഒരു ഗ്രൂപ്പിലോട്ട് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയർ മാറ്റാൻ വേണ്ടി ഒരു റിക്വസ്റ്റിലൂടെ ആ ഒരു മാറ്റുന്നതിനാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. സോ അത് ഇൻവോളണ്ടറി ആണ്. അവിടെ റിക്വസ്റ്റ് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ കളയാം. സോ ആ ഒരു റിക്വസ്റ്റിലൂടെ വരുമ്പോൾ അത് കംപ്ലയൻസ് ആവും. പക്ഷേ ഒബീഡിയൻസ് ആകുമ്പോൾ എന്താണ്, അവിടെ റിക്വസ്റ്റ് ഇല്ല, അവിടെ ഓർഡറാണ് ചെയ്യുന്നത്. ഒരു ഹയർ അതോറിറ്റി നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്തേ പറ്റൂ, ഈ വർക്ക് ചെയ്യുക. സോ അതിന് ഒബീഡിയൻസ് എന്ന് പറയും. സോ അത് ഇൻവോളണ്ടറി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത്, ഹയർ അതോറിറ്റി പറയുന്നത് അവിടെ അനുസരിക്കാനേ പറ്റൂ. സോ ഇതാണ് ഈ കൺഫേമിറ്റി, കംപ്ലയൻസ് ആൻഡ് ഒബീഡിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗമായിരുന്നു നമുക്ക് വിട്ടുപോയിട്ടുള്ളത്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.